നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറികാട് ഗവൺമെൻറ് UP സ്കൂളിന് മുന്നിലാണ്. ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയം കൂടെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഈ സ്കൂളിലൊരു ചെറിയ വിശേഷം ഉണ്ടോയെന്ന് കാണാം. ഇത് എറികാട് ഗവൺമെൻറ് UPS വെട്ടത്തുകവല. ഏറെക്കുറെ 100 വർഷം പിന്നിട്ട സ്കൂളാണ്. ധാരാളം കുട്ടികളുണ്ട്. ഈ സ്കൂളിന് സ്ഥലപരിമിതിയാണ് ഏറ്റവും വലിയ പോരായ്മ. പിള്ളേർക്ക് നല്ല ഓടിക്കളിക്കാനുള്ള ഗ്രൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ കെട്ടിടത്തിൻ്റെ കാര്യത്തിലും വർഷങ്ങളായിട്ട് പഴക്കമുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. അപ്പം ഈ സ്കൂളിന് SSKയുടെ ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഒരു പുതിയ 3 റൂമുള്ള ഒരു കെട്ടിടം പണിയുകയാണ്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു പുതുപ്പറമ്പനും അതോടൊപ്പം തന്നെ പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഗീത ഷിജു, അതോടൊപ്പം തന്നെ ഈ വാർഡിൻ്റെ മെമ്പറായ സാംഗേവർക്കിയും ഉണ്ട്. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ എറികാട് വാർഡിൽപ്പെട്ട ഇതാണ്, 9ാം വാർഡാണ്. വീതികൾ പുണ്യവീതികളാകണം. പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം. പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാകണം. പുണ്യവഴികളിലൂടെ നാം യാത്ര എന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. പുണ്യവഴികളിലൂടെ നാം യാത്ര എന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണെൻ ബലം, ഈശ്വരനാണെൻ ധനം. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള തുടക്കമാണ് ഈ കർമ്മത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, നമ്മുടെ വാർഡ് മെമ്പറുണ്ട്, വൈസ് പ്രസിഡന്റുണ്ട്, PTA അംഗങ്ങളുണ്ട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപക സുഹൃത്തുക്കളും എല്ലാവരെയും ഈ കർമ്മത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ ഇടുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു പുതുപ്പറമ്പിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനിയായ വൈസ് പ്രസിഡന്റ് സംസാരിക്കാൻ മേലായിരിക്കും. ബഹുമാനിയായ വൈസ് പ്രസിഡന്റ്, പ്രിയങ്കരനായ നമ്മുടെ മെമ്പറ്, പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയങ്കരായ കൊച്ചുകുട്ടികളെ, ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഈ വർക്ക് പിടിച്ചിരിക്കുന്ന കോൺട്രാക്ടർമാരടക്കം അവരുടെ ജീവനക്കാരടക്കമുള്ള സഹപ്രവർത്തകരെ, ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എറിയാട് ഗവൺമെൻറ് UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപ്രധാനമായ ഒരു നിമിഷത്തിലാണ് നാം നിൽക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പേ ഈ സ്കൂളിൻ്റെ സ്ഥിതിയെടുത്ത് പരിശോധിച്ചാൽ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. പിള്ളേരുടെ എണ്ണത്തിൽ വളരെ കുറവ്, അതോടൊപ്പം തന്നെ ഭൗതിക സൗകര്യത്തിലുള്ള പോരായ്മകൾ. അതിൽ നിന്നെല്ലാം തികച്ചും മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാന UP സ്കൂളുകൾ ഒന്നായി ഹൈടെക്കായി നമ്മുടെ സ്കൂൾ മാറിയപ്പോൾ ഏതാണ്ട് 80-ൽ താഴെ പിള്ളേരുണ്ടായിരുന്ന ഈ സ്കൂളിലെ ഇന്ന് 400ഓളം പിള്ളേർ എത്തി. ഇവിടുത്തെ അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും ആ അർപ്പണ മനോഭാവമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയും. ഇപ്പോൾ സ്കൂളുകളിലെല്ലാം ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ പഞ്ചായത്ത് ഏറ്റവും ശ്രദ്ധയോടെ നേരിട്ട് നടത്തുന്ന പുതുപ്പള്ളി ഗവൺമെൻറ് LP സ്കൂളിലേക്ക് അതൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അവിടെ കടന്നു ചെല്ലുമ്പോൾ 50-ൽ താഴെ പിള്ളേരാണ് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ. അതവിടെ കിടക്കട്ടെ. അതിൻ്റെ അപ്പുറേ ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകൾ 5 കോടി രൂപയും പഞ്ചായത്ത് 2 കോടി രൂപയും മുടക്കി നിർമ്മിച്ച ചരിത്രപ്രധാനമായ ഏതാണ്ട് 110 വർഷം പഴക്കമുള്ള സെൻറ് ജോർജ് വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ ജില്ലയിലെ ഏറ്റവും നല്ല ബിൽഡിങ്ങിൽ
3 നിലയിലുള്ള ആ കെട്ടിടത്തിൽ 39 റൂമുകളും 3 ഓഡിറ്റോറിയങ്ങളും മറ്റാധുനിക സൗകര്യങ്ങളും തൊട്ടടുത്തായി 12 മുറികളുള്ള ലാബ് സംവിധാനവും എല്ലാം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം 78, അധ്യാപകരുടെ എണ്ണം 33, അനധ്യാപകരുടെ എണ്ണം 7. ഇത് ഞാനിവിടെ സൂചിപ്പിച്ച എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ സ്കൂളുകളിലാണേലും അവിടുത്തെ അധ്യാപകർക്കും അനധ്യാപകർക്കും ആ സ്കൂളിനോടൊരു താല്പര്യമുണ്ടാക്കണം, അവിടെ കുട്ടികളുണ്ടാകണം, ആ സ്കൂളിൻ്റെ SS ഉയർത്തണം. ഇത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകണം. ചെറുകാട് ഗവൺമെൻറ് UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടുത്തെ HM അടക്കമുള്ള അധ്യാപകരെ പ്രത്യേകം അനുമോദിക്കുന്നു. PTA കമ്മിറ്റി ആര് പ്രസിഡൻ്റായിരുന്നാലും ആര് ഭാരവാഹികളായിരുന്നാലും ആ ഇരുന്ന കാലത്ത് അവരവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇന്ന് ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ മേലാത്ത സാഹചര്യത്തിൽ പിള്ളേരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രധാന കാരണം സ്കൂളിൻ്റെ സൗകര്യക്കുറവായിരുന്നു. അതിന് ഒരു മാറ്റം വരികയാണ്. SSA ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ച് 3 റൂമുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിക്കുക. തുടർന്നും ഈ സ്കൂളിനെ സംരക്ഷിക്കുവാൻ പഞ്ചായത്തും സർക്കാരും ബാധ്യസ്ഥരാണ് എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങളെല്ലാം നിക്ഷിപ്തമായിരിക്കും. കോട്ടയം ജില്ലയിൽ ഇത്രയും പ്രശസ്തമായ പുതുപ്പള്ളിയുടെ പേര്, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് വിദ്യാഭ്യാസ വകുപ്പിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അറിയുന്ന രീതിയിലേക്ക് എത്തിക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ഉത്തരവാദിത്തം ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നു. സ്കൂളിൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങളിൽ എപ്പോൾ എന്ത് സഹായം വേണേലും ചെയ്തു കൊടുക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന വൈസ് പ്രസിഡന്റ്, പ്രിയപ്പെട്ട മെമ്പറ്, ടീച്ചറെ, അഡ്മിനിസ്ട്രേറ്റർ, മറ്റ് ടീച്ചർമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷകർത്താക്കൾ, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുന്ന മകൾ വ്യക്തിത്വങ്ങൾ, അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ കോൺട്രാക്ടറോട് ഒരു അഭ്യർത്ഥന, എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഭൗതിക സൗകര്യം വളരെ മോശം. അടുത്ത അധ്യയന വർഷം കടന്നു വരുമ്പോൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി നിങ്ങളെ പ്രത്യേകം അനുമോദിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തം കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽ അധികമായ ഉത്തരവാദിത്തം നിങ്ങൾ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ, നാടിൻ്റെ ഒരാവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് അടുത്ത അധ്യയന വർഷം പിള്ളേർ വളരെ കൂടുതൽ ഇവിടെ ഉണ്ടാകും. അവർക്കെല്ലാം പഠിക്കാനുള്ള അവസരമൊരുക്കാൻ നിങ്ങൾ അക്ഷീണം പ്രയത്നിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചു. നമ്മുടെ ചാനലിൻ്റെ വക്താവുണ്ട്. എല്ലാവരെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാ അനുഗ്രഹ ആശീർവാദത്തോടു കൂടി പ്രസംഗിക്കുന്നു. ഒരു വാക്ക് നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ ഒരു വാക്ക് ഒന്ന് പറ. ബഹുമാനായ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അച്ഛനെ മറ്റു പ്രിയമുള്ള വിദ്യാർത്ഥികൾ ഞങ്ങൾ ഈയാട് UP സ്കൂളിനെ പറ്റി ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്നിപ്പം കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയൊരു സ്കൂളായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം ഭൗതിക സൗകര്യങ്ങളില്ലെന്നേ ഉള്ളൂ. പിള്ളേർ വളരെയധികം ഉണ്ട്. പ്രസിഡന്റ് പറഞ്ഞാൽ അടുത്ത വർഷം ഈ കെട്ടിടം പണിതില്ലെങ്കിൽ പിള്ളേർ ഇരുത്താൻ പോലും ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം വന്നപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു ഇതിൻ്റെ മേൽക്കൂരിയെല്ലാം പോയിരിക്കുകയാണ്, അത് അടിയന്തരമായിട്ട് നന്നാക്കി തരണമെന്ന് പറഞ്ഞു. അത് ആ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി ചെയ്യാവുന്ന ഈ കഴിവനുസരിച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധമായ ആശംസയും നടന്നുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവരും അവർ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, വാർഡ് മെമ്പർ, HM, രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ചെറിയാട് UP സ്കൂളിൻ്റെ ഒരു സുവർണ സമയമാണിത്.
നിങ്ങളെല്ലാവരും വളർന്നു വലുതാകുമ്പോഴും ഈ സ്കൂളിനോടൊരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. മിടുക്കരായി വളർന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കർമ്മം നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ സന്തോഷവാനായിരിക്കുക. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ച് ഈ സ്കൂളിൻ്റെ വിജയത്തിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, നമ്മുടെ വാർഡ് മെമ്പർ, ഇവിടെ കൂടി ഇരിക്കുന്ന അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു ചരിത്ര നിമിഷമാണിത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി ഇന്ന് അതിൻ്റെ തറക്കല്ലിയുടെ ചടങ്ങാണ് ഇവിടെ നടന്നത്. ഏറെ സന്തോഷവും അഭിമാനവും ഉള്ളൊരു നിമിഷമാണ് നമ്മളെ സംബന്ധിച്ചോളം. നമ്മുടെ ഇതിനകത്ത് ഇനിയുള്ള കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കണം. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ പദ്ധതി പൂർത്തിയാക്കണം. അതിന് കോൺട്രാക്ടറും അതിൻ്റെ അനുബന്ധ ജോലിക്കാരും എല്ലാം നമ്മളോടൊപ്പം ഉണ്ടാവണം. നമ്മുടെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കുന്നതാണ്. PTA രീതിയിലുള്ള എല്ലാ പിന്തുണയും അതിനോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഈ ഒരു മഹനീയ കർമ്മത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നമസ്കാരം. എന്നാ താമസിച്ചോ? മുമ്പേ വിളിച്ചിട്ട് ആരും വന്നില്ലെന്ന് പറഞ്ഞു.